മാർച്ച് 22 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ സക്കറിയാസ്, വിശുദ്ധ ബേസിൽ, വിശുദ്ധ ബെൻവന്തൂസ്, വിശുദ്ധ കല്ലിനിക്ക, വിശുദ്ധ ബസിലിസ, വിശുദ്ധ ദാരർക്ക, വിശുദ്ധ ദേവോഗ്രാസിയസ്. വിശുദ്ധ സക്കറിയാസ് യൂറോപ്പിൻ്റെ സമുദ്ധാരണത്തിന് അത്യധികം അധ്വാനിച്ചിട്ടുള്ള വിശുദ്ധനായ സക്കറിയാസ് പാപ്പ 741-752 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഇറ്റലിയിൽ കലാബ്രിയ എന്ന പ്രദേശത്ത് ഗ്രീക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു. മാർപ്പാപ്പയായ ശേഷം 11 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയും അധ്വാനശീലവും നിതരാം സുവ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഗ്രീക്ക് സാമ്രാജ്യവും ലൊംബാർഡിയും തമ്മിലുള്ള തർക്കം അദ്ദേഹം അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു യുദ്ധം ഒഴിവാക്കി. റോമിലെ പുരോഹിതന്മാർക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ലൊംബാർഡുകൾ, ബൈസന്റൈൻ സാമ്രാജ്യം, ഫ്രാൻസ് എന്നിവരുമായുള്ള ശക്തമായ നയതന്ത്ര ബന്ധങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പൊന്തിഫിക്കറ്റ് ശ്രദ്ധേയമായിരുന്നു. സക്കറിയായുടെ മുൻഗാമിയായ ഗ്രിഗറി മൂന്നാമൻ്റെ കീഴിൽ ലൊംബാർഡ് രാജാവ് ലിയുഡ് ബ്രാൻഡിൻ്റെ കൊള്ളയടിക്കലുകൾ പാപ്പസി നിരന്തരം അനുഭവിച്ചു. തൻ്റെ പുതിയ രാഷ്ട്രീയ ദിശാബോധത്തിനനുസൃതമായി ലിയുഡ് ബ്രാൻഡിനെതിരെ സ്പൊലേറ്റോ ഡ്യൂക്കുമായി പാപ്പസിയുടെ സഖ്യം സക്കറിയ നിരാകരിക്കുകയും പകരം 2 തവണ രാജാവിനെ നേരിട്ട് കാണുകയും റോമിലെ ഡച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത 4 നഗരങ്ങൾ തിരികെ നൽകാനും റാവനെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ലൊംബാർഡുകളുമായി സമാധാനം സ്ഥാപിച്ചു. ബൈസാന്റിയവുമായി സൗഹൃദബന്ധം നിലനിർത്താനുള്ള ആഗ്രഹത്തിന് അദ്ദേഹം ഉടൻ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ സഭയിലേക്കും ഐക്കണോക്ലാസ്റ്റിക് ചക്രവർത്തിയായ ഒപ്രോണിമോസിലെ കോൺസ്റ്റാന്റിനിലേക്കും ദൂതന്മാരെ അയച്ചു. തൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അറിയിക്കാനും വിശുദ്ധ ബിംബങ്ങളുടെ ഉപയോഗം പുനഃസ്ഥാപിക്കാൻ ചക്രവർത്തിയെ പ്രബോധിപ്പിക്കുവാനും സാലൻസിനെതിരെ പ്രചാരണം നടത്തുന്നതിനിടെ കോൺസ്റ്റന്റൈൻ്റെ സിംഹാസനം പിടിച്ചെടുത്ത കൊള്ളക്കാരനായ അർദാബാസിഡസിൽ നിന്നുള്ള കത്തുകൾ അദ്ദേഹത്തിൻ്റെ ദൂതന്മാർ തന്ത്രപൂർവ്വം തടഞ്ഞുവെച്ചു. 743 നവംബറിൽ യഥാർത്ഥ ചക്രവർത്തി തൻ്റെ സിംഹാസനം തിരിച്ചു പിടിച്ചതിന് ശേഷം തെക്കൻ ഇറ്റലിയിലെ 2 വലിയ എസ്റ്റേറ്റുകൾ റോമിന് സമ്മാനമായി നൽകിയതിനു ശേഷം അവർ ഒടുവിൽ അവരുടെ കത്തുകൾ സമർപ്പിച്ചു. 742 ഒരു ഫ്രാങ്കിഷ് കൗൺസിലിന്റെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ബോണിഫസിനെ അദ്ദേഹം സ്ഥിരീകരിച്ചു. മരണം വരെ സക്കറിയ ബോണിഫസുമായും ഫ്രാങ്കിഷ് ബിഷപ്പുമാരുമായും ഭരണാധികാരികളുമായും കത്തിടപാടുകൾ നടത്തി. സഭാപരവും ധാർമ്മികവുമായ അച്ചടക്കം വളർത്തിയെടുക്കുകയും ഫ്രാങ്കുകൾക്കിടയിൽ പാപ്പൽ അധികാരപരിധി വ്യാപിപ്പിക്കുകയും ചെയ്തു. 745 വീണ്ടും റോമിലൊരു കൗൺസിൽ വിളിച്ചുകൂട്ടിയ സക്കറിയ ബോണിഫസിന്റെ കീഴിലുള്ള ഫ്രാങ്കിഷ് കൗൺസിൽ മുമ്പ് കുറ്റം വിധിച്ചിരുന്ന ആൾഡേബർട്ടിന്റെയും ക്ലെമന്റിന്റെയും പാഷണ്ഡതയ്ക്കുള്ള ശിക്ഷാവിധിയും സ്ഥിരീകരിച്ചു. പെബിൻ സിംഹാസനം ഏറ്റെടുത്തപ്പോൾ ചിൽഡറിക്കിന്റെ സ്ഥാനഭ്രംശത്തിന് സ്വന്തം കിരീടധാരണത്തിനും സക്കറിയയുടെ പിന്തുണ നേടിയപ്പോൾ അദ്ദേഹം സഭാ സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. കരോലിംഗ്യൻ പാപ്പൽ സഖ്യം സൃഷ്ടിക്കുന്നതിൽ സക്കറിയ നൽകിയ പങ്കിന് ചരിത്രം ഇപ്പോഴും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് മഹാനായ പോപ്പ് ഗ്രിഗറി ഒന്നാമന്റെ സംഭാഷണങ്ങളുടെ ഗ്രീക്ക് വിവർത്തനത്തിലൂടെയാണ് വിശുദ്ധ സക്കറിയ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടത്. വിശുദ്ധനായ സക്കറിയയെ എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.